നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് നഗരത്തിൽ 2028ഓടെ ലൈറ്റ് മെട്രോ റെയിൽ ഗതാഗതം പ്രാവർത്തികമാക്കുമെന്ന് ലൈറ്റ് മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. കവിയും എഴുത്തുകാരനും എന്നതിനുമപ്പുറം അനീതിക്കെതിരെ പൊരുതിയ പരിഷ്കർത്താവായിരുന്നു പ്രൊഫസർ ജി കുമാരപിള്ളയെന്ന് കവി പി കെ ഗോപി. സിനിമയെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോഗ്രാഫി മേഖല വലുതായെന്ന് MP അബ്ദുസമദ് സമദാനി MP. വുമൺ ഓൺ വീൽസ് പദ്ധതിക്ക് തുടക്കമായി. 1000 വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരത്തിൽ 2028ഓടെ ലൈറ്റ് മെട്രോ റെയിൽ ഗതാഗതം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമെന്ന് കൊച്ചി മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ലൈറ്റ് മെട്രോ സംബന്ധിച്ച ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരത്തിലെ ഗതാഗത തിരക്കിന് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടാണ് ലൈറ്റ് മെട്രോ റെയിൽ സജ്ജമാക്കുന്നത്. പദ്ധതിയുടെ സമഗ്ര മൊബിലിറ്റി പ്ലാൻ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചേർന്ന സ്റ്റോക്ക് ഹോൾഡർമാരുടെ യോഗത്തിനു ശേഷമാണ് കൊച്ചി മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി കാലിക്കറ്റ് ചേംബറിൽ എത്തിയത്. നിലവിലുള്ള ലൈറ്റ് മെട്രോ ആദ്യഘട്ടം ബീച്ച് മുതൽ മെഡിക്കൽ കോളേജ് വരെയും വെസ്റ്റ് ഹിൽ മുതൽ രാമനാട്ടുകര വരെയുമാണ്. 2028ഓടെ പദ്ധതി പ്രാവർത്തികമാക്കുമെന്ന് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. If at all actually things go right, before 2028, you must have a full-fledged operational metro. That will be better. So for that, the support and help of the bodies like you is very crucial. അടുത്ത 7 ദിവസത്തിനകം പുതിയ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്ത ലൈറ്റ് മെട്രോ റൂട്ടും KMRL കോംബ്ര ഹാൻസസിപ്പ് മൊബിലിറ്റി പ്ലാനിൽ പറയുന്ന റൂട്ടും വ്യത്യാസമുള്ളതായി കാണുന്നു. അങ്ങനെയാകുമ്പോൾ LSDD മാസ്റ്റർ പ്ലാനിൽ പറയുന്ന ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് സോണും KMRL പറയുന്ന TOD സോണും വ്യത്യാസം വരും. ഇത് KMRL പരിഗണിക്കണമെന്ന് ചേംബർ അഭ്യർത്ഥിച്ചു. സെക്രട്ടറി സിറാജുദ്ദീൻ ഇല്ലത്തോടി, റാഫി P ദേവസി, AP അബ്ദുള്ളക്കുട്ടി, ബിഷോബ് പരങ്ങാട്, TP അഹമ്മദ് കോയ, M മുസമ്മിൽ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കവിയും എഴുത്തുകാരനും എന്നതിനുമപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അനീതിക്കെതിരെ പൊരുതിയ പരിഷ്കർത്താവായിരുന്നു പ്രൊഫസർ ജി കുമാരപിള്ളയെന്ന് കവി പി കെ ഗോപി. പ്രൊഫസർ ജി കുമാരപിള്ളയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത കവിയും അധ്യാപകനും നിരീക്ഷകനും ഗ്രന്ഥകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും കേരള സർവോദയ മണ്ഡലം, കേരള മദ്യനിരോധന സമിതി എന്നിവയുടെ സാരഥിയുമായ പ്രൊഫസർ ജി കുമാരപിള്ളയുടെ ജന്മശതാബ്ദി വർഷത്തിൽ കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. സർവോദയ മണ്ഡലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK അസീസ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ഐസക് ഈപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ TM രവീന്ദ്രൻ, OJ ചിന്നമ്മ, PI അജയൻ,
പി സുരേഷ് ബാബു തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിനിമയെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോഗ്രാഫി മേഖല വലുതായെന്ന് MP അബ്ദുൾ സമദ് സമദാനി MP. TM രഘുനാഥ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത ഫോട്ടോഗ്രാഫറായിരുന്ന TM രഘുനാഥ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട്ട് നടന്നു. MP അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി എന്ന കലയെ അർപ്പണമായി കണ്ടു പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു TM രഘുനാഥ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അതാണ് രഘുവിനൊരു ഫോട്ടോഗ്രാഫറായിട്ടും ഒരു കലാകാരനായിട്ടും ഒന്നും അത് മാത്രമൊന്നും കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സഹൃദയത്വം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയതാപം, അദ്ദേഹത്തിൻ്റെ ഊഷ്മളത, പരിസരത്തെ മുഴുവൻ നിലാവ് പെയ്യിക്കാൻ സാധിക്കുന്ന, സ്നേഹനിലാവ് പെയ്യിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ചിരി, കളി, അതാണ് ഞാൻ കണ്ടിട്ടുള്ള രഘു. വളരെ പ്രഗത്ഭനായ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് തന്നെ വളർന്ന് വികസിച്ച് സാഹിത്യത്തോളം ഏറ്റവും ഉത്കൃഷ്ടമായ മറ്റേത് കലാമാധ്യമത്തോളം സ്വയം വളർന്ന് വികാസം പ്രാപിച്ച ഒരു കലാസങ്കേതമാണല്ലോ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി എന്ന് ആരെങ്കിലും കേവലം ഫോട്ടോ ആയിട്ട് കാണുന്നുണ്ടോ? മാധ്യമപ്രവർത്തകൻ A. സജീവൻ അധ്യക്ഷനായിരുന്നു. മേയർ ബീന ഫിലിപ്പ്, ഡോക്ടർ മിലി മണി, KP സുധീര, ഡോക്ടർ ആർസു, നവാസ് പൂനൂർ, ഡോക്ടർ കോളിൻ ജോസഫ്, നന്ദകുമാർ മൂടാടി, P. ഭാസ്കരൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. രഘുനാഥിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ഫൈൻ ക്ലിക്ക് ഫോട്ടോഗ്രാഫിയിൽ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം സുഭാഷ് കൊടുവള്ളിക്ക് സമദാനി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വുമൺ ഓൺ വീൽസ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി നാഷണൽ NGO കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ 1000 വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി. വാഹന വിതരണ ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മേയർ ബീന ഫിലിപ്പ് താക്കോൽദാനം നടത്തി. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് ഇരുചക്ര വാഹന വിതരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ മാനുഷികമായ ഭാവങ്ങളും മനുഷ്യസ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കർമാനുഷ്ഠാനങ്ങളുണ്ട്. പ്രമുഖമായ വികസനം കൊടുക്കുന്ന വിഭാഗത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന പരിപാടി തീർച്ചയായും ആകർഷകമായിട്ടുള്ളതാണ്, സ്വീകാര്യത കിട്ടുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ സ്വീകരിക്കാൻ വന്ന സഹോദരിമാരെ എല്ലാം തന്നെ ഞാൻ പ്രത്യേകമായി അഭിവാദനം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം തന്നെ ആരോഗ്യം, സന്തോഷം, സംതൃപ്തി, ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ ഇതുകൂടി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും മേയർ ബീന ഫിലിപ്പ് താക്കോൽ ദാനം നിർവഹിച്ചു. നാഷണൽ ചെയർമാൻ KN ആനന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ദേശീയ കോർഡിനേറ്റർ അനന്തകൃഷ്ണൻ, അഹമ്മദ് ദേവർകോവിൽ MLA, ഏകതാ പരിഷത്ത് ദേശീയ ചെയർമാൻ ഡോക്ടർ PV രാജഗോപാൽ, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PS രാഗേഷ്, ബേബി കിഴക്കേ ഭാഗം, MNGOC പ്രസിഡന്റ് മോഹൻ കോട്ടൂർ, സെക്രട്ടറി P. സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. 50% സബ്സിഡിയോടെ 1000 വനിതകൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾ നൽകിയത്. ഒന്ന് സ്മാർട്ടായിട്ട് ഓടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം ഓട്ടോമാറ്റിക് ഗിയറിലും സ്മാർട്ട് വാഹനങ്ങളൊക്കെയാണല്ലോ. അതൊക്കെ അതിൽ ഈ വാഹനം കിട്ടിയപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടും ഒപ്പം തൊഴിൽ ചെയ്തവരെ ചേർത്ത് പിടിച്ച് ഒരു കൂട്ടായ്മ. അവർ എല്ലാ വർഷവും ഒരു ദിവസം ഒത്തുചേരുന്നു.
മാവൂർ ഗ്വാളിയോർ റയോൺസിലെ മുൻ ജീവനക്കാരാണ് ഈ സവിശേഷതയോടെ ഒത്തുകൂടുന്നത്. സംഗമം ജീവനക്കാരൻ കൂടിയായിരുന്ന മുൻ MLA പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. 2 പതിറ്റാണ്ട് പിന്നിട്ടു. ഒരു ജനതയുടെ വികസന സ്വപ്നങ്ങൾ നെയ്തെടുത്ത മാവൂർ ഗ്വാളിയോർ റയോൺസ് അടച്ചുപൂട്ടിയിട്ട്. എങ്കിലും അന്ന് തൊഴിലെടുത്ത ജീവനക്കാർ ഇന്നും ഗതകാല സ്മരണകൾ അയവിറക്കിയും ആശങ്കകൾ പങ്കുവച്ചും എല്ലാ വർഷവും സംഗമിക്കുന്നു. പതിവ് പോലെ ഇത്തവണയും അവർ ഒത്തുകൂടി. ഗ്രാസിം ഫൈബർ ഡിവിഷൻ ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമം ജീവനക്കാരൻ കൂടിയായിരുന്ന മുൻ MLA പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പ്രക്ഷോഭ സമരത്തിലേക്ക് അങ്ങ് പോകുമ്പോൾ പറയും ഞങ്ങളവിടെ തുടങ്ങാൻ തുടങ്ങും. ഇത്രയും പ്രദേശം അവിടുത്തെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബിർളയെ ഒന്നുകിൽ അവർ ഇത് ഏറ്റെടുത്ത് നടത്തുക അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കുക. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിൻ്റെ മധുര സ്മരണകൾ ഏറ്റവും നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ്. മറീന റെസിഡൻസിയിലെ ഹാളിൽ ഒരു പകൽ മുഴുവൻ അവർ ഓർമ്മകളിൽ മുഴുകി. കരുതലായി എന്നും കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ട്രസ്റ്റ് അംഗം P. ആലിക്കോയ പറഞ്ഞു. കമ്പനി കൂട്ടിയിട്ട് 24 വർഷമായിട്ടും ഇന്നും കൊറോണ സമയം ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മുടെ ഈ കൂട്ടായ്മ തെറ്റാതെ നടത്തി വരുന്നുണ്ട്. ഗ്രാസിം ഫൈബർ വിഭാഗം മുൻ ഇലക്ട്രിക്കൽ ചീഫ് K. രഘുനാഥ് അധ്യക്ഷനായിരുന്നു. KP ഉമർ ബറായി, K. ഗോപാലകൃഷ്ണൻ, T. ഹേമചന്ദ്രൻ, ബേബി ജോൺ, V. രാധാകൃഷ്ണൻ, E. ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ആരവ് വിമലിന്റെ ഗിറ്റാർ വായനയും ഹാദിയയുടെ ആലാപനവും കയ്യടി നേടി. അടുത്ത വർഷം മാവൂർ ഗ്രാസിം സ്ഥലത്ത് ഒത്തുകൂടാമെന്നുറപ്പിച്ചാണ് അംഗങ്ങൾ യാത്ര പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിനോദവും വിജ്ഞാനവും ആത്മവിശ്വാസവും പകർന്ന് ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ ഫന്റാസിയ കുട്ടികൾ ആസ്വദിച്ചു. മദ്രാസ് 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമിയുടെ സഹകരണത്തോടെയാണ് ലയൺസ് ഡിസ്ട്രിക്ട് 318E പരിപാടി സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാർക്കിടയിൽ കായിക രംഗത്ത് പ്രതിഭ തെളിയിക്കാൻ അവസരം ലക്ഷ്യമിട്ടാണ് പാരാലിമ്പിക് ഫെന്റാസിയ നടത്തിയത്. വെസ്റ്റീൽ ബാരക്സ് മദ്രാസ് 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാമ്പസിലെത്തിയ കുട്ടികളെയും രക്ഷിതാക്കളെയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. സർവ്വമത ക്ഷേത്രത്തിൽ ദർശനം നടത്തിയും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന തോക്കുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടും സ്പർശിച്ചും അവർ സന്തോഷം പങ്കിട്ടു. ശത്രുക്കളെ നേരിടുന്നതും തീവ്രവാദികൾക്കിടയിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തുന്നതും ചിത്രീകരിച്ച് കുട്ടികൾക്ക് സൈനികർ വിവരിച്ചു. കമാൻഡിംഗ് ഓഫീസർ കേണൽ D. നവീൻ ബെഞ്ചിത്ത് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി എത്തിയ സന്തോഷ് കീഴാറ്റൂരിന്റെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ സദസ്സിലും ആവേശമായി. പട്ടാളക്കാർ മാർഷൽ ആർട്സ്, ഗുസ്തി പ്രകടനവും കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. സ്പോർട്സ് മത്സരത്തോടെ പരിപാടി സമാപിച്ചു. ജില്ലയിലെ തണൽ, പ്രശാന്തി, ആശാകിരൺ, അമൃത, റഹ്മാനിയ തുടങ്ങിയ സ്കൂളുകളിൽ നിന്നായി 150 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് 318E ഗവർണർ T. K. രജീഷ് അധ്യക്ഷനായി. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, സുബൈദാർ മേജർ മധുശങ്കർ, വാർഡ് കൌൺസിലർ സത്യഭാമ, ലയൺസ് ക്ലബ് ഓഫ് ഫറൂഖ് പ്രസിഡന്റ് കൃഷ്ണവർമ്മ രാജ, അശ്വിനി നവീൻ, റീജ ഗുപ്ത, ഡോക്ടർ അശ്വിൻ, K. ശെൽവരാജ്, കേണൽ പത്മനാഭൻ, P. ശശികുമാർ, ഡോക്ടർ അവനി സ്കന്ദൻ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫ്രഞ്ച് എംബസിയും അൽഫോൺസ കോളേജ് തിരുവമ്പാടിയും സംയുക്തമായി ഫെബ്രുവരി 8-ന് ചൂസ് ഫ്രാൻസ് ടൂർ റീജിയണൽ CFT പ്രോഗ്രാം നടത്തുന്നു. ഫ്രഞ്ച് സർക്കാർ പഠനരംഗത്തും ഗവേഷണ മേഖലയിലും നൽകുന്ന സൗകര്യങ്ങളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ ഫെയറിൽ സാധിക്കുമെന്ന് കോളേജ് സാരഥികൾ പറഞ്ഞു. ഫ്രഞ്ച് സർക്കാരും വിവിധ യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികളും കോളേജിൽ വെച്ച് കുട്ടികളെ കാണുകയും അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് 8-ാം തീയതി വ്യാഴാഴ്ച തിരുവമ്പാടി അൽഫോൺസ കോളേജിൽ വെച്ച് നടത്തുന്നത്. ഫ്രഞ്ച് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായി ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫ്രാൻസിലും ഫ്രാൻസ് സ്റ്റുഡൻസ് ഇന്ത്യയിലും വന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ളതാണ്. ആ സാഹചര്യങ്ങൾ സ്കോളർഷിപ്പോടെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതാണ് ഫ്രാൻസ് എംബസി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ചൂസ് ഫ്രാൻസ് ടൂർ എന്ന് പറയുന്ന CFT പ്രോഗ്രാമാണ് ഫെബ്രുവരി 8-ാം തീയതി അൽഫോൺസ കോളേജിൽ വെച്ച് കേരളത്തിലെ ആദ്യത്തെ റീജിയണൽ കോൺഫറൻസ് ആയി അവർ നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ എത്തിക്സ് അൽഫോൺസ കോളേജ് തിരുവമ്പാടിയുമായി ചേർന്ന് അന്താരാഷ്ട്ര കോൺഫറൻസ് നടത്തുന്നു. ഫെബ്രുവരി 9-10 തീയതികളിൽ കോൺഫറൻസ് നടക്കും. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് IAS കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, വന്യജീവി സംഘർഷം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം,
തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഗവേഷകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, IFEA ഡയറക്ടർ ഫാദർ ബിജോ എബ്രഹാം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവേഷണവും പഠനവും വഴി ഭക്ഷ്യ സാക്ഷരത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, അത് കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടെ പൊതുജനത്തിന്റെ മുമ്പിൽ ഈ ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷിക്കുന്നവരായിട്ടുള്ള ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ കൂടുതൽ നല്ലത് കണ്ടെത്തി അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെ പ്രോത്സാഹിക്കുക. ഒരു അവയർനെസ്, ഒരു ജനറേഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു ബോധവൽക്കരണ യജ്ഞവും ഇതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറൂഖിലെ നമ്മൾ പാർക്കിലെ ഓപ്പൺ ലൈബ്രറിയിലേക്ക് ഫറൂഖ് പ്രസ് ക്ലബ്ബ് പുസ്തകങ്ങൾ സമാഹരിച്ചു. പുസ്തകങ്ങൾ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MA ബഷീറിൽ നിന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി. ഫറൂഖ് പഴയ പാലത്തിന് സമീപത്തെ നമ്മൾ പാർക്കിലെ ഓപ്പൺ ലൈബ്രറിയിലേക്ക് പ്രസ് ക്ലബ്ബ് സമാഹരിച്ച പുസ്തകങ്ങൾ പ്രസിഡന്റ് MA ബഷീറിൽ നിന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി. യൂട്യൂബ് എടുത്താൽ യൂട്യൂബിന്റെ ഷോർട്ട് വീഡിയോസിൽ ഏറ്റവും അധികം ഇപ്പോൾ ഫറൂഖ് ഓൾഡ് ബ്രിഡ്ജാണ്. ഇത് നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ, ഇരിക്കാനും എല്ലാവർക്കും സംസാരിക്കാനും ഒക്കെയുള്ളൊരു പ്രദേശമായി ഇതിന് മാറുമ്പോൾ ഈ പാർക്കിന്റെ ഭാഗമായി ഇവിടുത്തെ പ്രസ് ക്ലബ്, മാധ്യമ സുഹൃത്തുക്കൾ, ഫറൂഖ് പ്രസ് ക്ലബ് വായിക്കുവാനുള്ള പുസ്തകം ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് തരികയാണ്. സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ മനസ്സുള്ളവരുടെ കൂട്ടായ്മക്ക് മാത്രമേ ഇത്തരം ഒരു പ്രവർത്തനം നടത്താൻ ആലോചന വരികയുള്ളൂ. അതിന് തയ്യാറായ ഫറൂഖ് പ്രസ് ക്ലബിന്റെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിത് ഇനിയും സന്തോഷത്തിന് ഇടമാക്കി മാറ്റണം. എല്ലാവർക്കും ഒത്തുകൂടാനും ഒക്കെ സാധ്യമാകുന്ന സ്ഥിതിയായി മാറണം. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശിഹാബ് പള്ളിക്കാവിൽ, ട്രഷറർ P ഷാജി, കൗൺസിലർ KTA മജീദ്, T രാധാഗോപി, KK ആലിക്കുട്ടി, മുരളി മുണ്ടങ്ങാട്ട്, നാരങ്ങയിൽ ശശിധരൻ, NP അബ്ദുൽ ഹമീദ്, P ബാസിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡ്രീം ഓഫ് അസ് സംഘടിപ്പിക്കുന്ന സ്വപ്നചിത്ര പെയിന്റിംഗ് എക്സിബിഷൻ ഫെബ്രുവരി 6 മുതൽ 11 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. പ്രദർശനത്തോടനുബന്ധിച്ച് ചിത്രം വര ക്യാമ്പ്, ഭിന്നശേഷിക്കാരായ പ്രതിഭകളുടെ കലാപരിപാടികൾ, ഗസൽ എന്നിവയും ഉണ്ടാകുമെന്ന് ഡ്രീം ഓഫ് അസ് സാരഥികൾ പറഞ്ഞു. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ പ്രധാനപ്പെട്ട ചിത്രരചന, ആ കലാവൈഭവമുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ചതാണ്. 16ഓളം ടീമുകൾ ഏകദേശം ഒരു മാസത്തോളം സമയമെടുത്ത് 14 ജില്ലകളിലും ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഭിന്നശേഷിയുള്ള ആളുകളെ കണ്ടെത്തിയത്. ഇപ്പം നേരിട്ട് കണ്ട ആളുകളും ഓൺലൈനായിട്ട് കണ്ട ആളുകളും ഒക്കെ ഉണ്ട്. അവരുടെ വരച്ച ചിത്രങ്ങളുടെ ഒരു ഫോട്ടോ നമ്മളൊരു പെർട്ടിക്കുലർ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയും അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവരുടെ പ്രയാസങ്ങൾ ഏതാണ്, അവർ ഏത് തരം പരിമിതിയാണ് അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട ശേഷം ആ ചിത്രമാണ് നമ്മൾ എക്സിബിഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഡ്രീം ഓഫ് അസ് എന്ന കൂട്ടായ്മ 4ാം വർഷവും ഭിന്നശേഷിക്കാരുടെ പെയിന്റിംഗ് എക്സിബിഷനായ സ്വപ്നചിത്ര കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഫെബ്രുവരി 6 മുതൽ 11 വരെ സംഘടിപ്പിക്കും. 123 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് സ്വപ്നചിത്രയിലൂടെ പ്രദർശനത്തിനായി എത്തുന്നത്. ഉദ്ഘാടന ദിവസം ചിത്രകലാകാരന്മാരുടെ ചിത്രം വര ക്യാമ്പ്, പ്രദർശന ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാരായ പ്രതിഭകളുടെ കലാപരിപാടികൾ, ഫെബ്രുവരി 10 പ്രശസ്ത ഗസൽ ഗായകൻ ഷെബിയുടെ ഗസൽ പ്രോഗ്രാം എന്നിവയും ഉണ്ടാകുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ പുറത്തുള്ള ആളുകളും എക്സിബിഷനിലേക്ക് വരുന്നുണ്ട്. നമുക്കൊരു 3 സ്റ്റേറ്റിന്റെ പ്രാതിനിധ്യം കൂടി ഇപ്രാവശ്യത്തെ എക്സിബിഷനിൽ വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺ ക്ലബ് ഓഫ് ഗ്രേറ്റർ കാലിക്കറ്റ് പ്രവർത്തനം തുടങ്ങി. ലയൺസ് ഗവർണർ TK രജീഷ് ഉദ്ഘാടനം ചെയ്തു. നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് നടപ്പിലാക്കുക. ആദ്യ 3 പദ്ധതികളും ഉദ്ഘാടന ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ലയൺസ് ക്ലബ് ഓഫ് ഗ്രേറ്റർ കാലിക്കറ്റ് എന്ന പേരിൽ പുതിയ ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം കോഴിക്കോട് സിറ്റി ഹൗസ് ഹാളിൽ
ലയൺസ് ഗവർണർ ടി കെ രജീഷ് നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. പ്രസിഡന്റായി KP അനിൽകുമാർ, സെക്രട്ടറിയായി പുഷ്പാധരൻ, ട്രഷററായി സുനിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വിനീഷ് വിദ്യാധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ക്ലബിന്റെ 3 പദ്ധതികളും പ്രഖ്യാപിച്ചു. പദ്ധതികളിൽ ആദ്യമായി ഇരിങ്ങല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ വാട്ടർ ഫിൽട്ടർ നൽകുമെന്നും, രണ്ടാമതായി ചേവായൂർ കുഷ്ഠരോഗ ആശുപത്രിയിൽ രോഗം മാറിയവർ താമസിക്കുന്ന സ്ഥലത്ത് 4 TV കണക്ഷനും 1 വർഷത്തെ സബ്സ്ക്രിപ്ഷനും നൽകുമെന്നും, മൂന്നാമതായി കോട്ടൂളി ഹോം ഓഫ് ലവിലെ 150ഓളം അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകുമെന്നും സാരഥികൾ അറിയിച്ചു. ക്ലബ്ബ് അംഗങ്ങളും പുതിയ സാരഥികളും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ ചിത്രകാരന്മാർക്ക് ആഗോളതലത്തിൽ സാന്നിധ്യം അറിയിക്കാൻ ലക്ഷ്യമിട്ട് ദിലീപ് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ ദുബായിൽ പ്രഥമ ഇൻഡോ അറബ് ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 23, 24, 25 തീയതികളിലാണ് ആർട്ട് ഫെസ്റ്റ് നടക്കുന്നത്. ദിലീപ് ആർട്ട് ഗാലറി ദുബൈയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് ഇൻഡോ അറബ് ആർട്ട് ഫെസ്റ്റ് ഈ മാസം 23, 24, 25 തീയതികളിൽ ദുബൈയിൽ വെച്ച് നടക്കുക. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 150ഓളം ചിത്രകാരന്മാരിൽ ശില്പികളടങ്ങുന്ന സംഘം ഒരൊറ്റ ഫ്ലൈറ്റിൽ ചാർട്ട് ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് പോവാം. ആദ്യത്തെ ദിവസം 23-ന് ലോകത്തിലെ ആദ്യത്തെ ആർട്ട് ഇൻസ്റ്റലേഷൻ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കാണ്. 100 മീറ്റർ നീളവും 75 മീറ്റർ വീതിയുമാണതിന്. അറബ് സാംസ്കാരിക വൈവിധ്യങ്ങളെ, കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഇന്ത്യയും അറബ് ജനതയുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ തീം. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് വർക്ക് എന്ന വിഭാഗത്തിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയാണ് ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗിന്നസ് ദിലീപ്, ചിത്രകാരൻ TN ശിവകുമാർ, ഡോക്ടർ PK നൌഷാദ് എന്നിവർ പറഞ്ഞു. ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ, കലാ, സംസ്കാരം എന്നിവ ആർട്ട് ഇൻസ്റ്റലേഷനിൽ ഇടം പിടിക്കും. 150 ചിത്രകാരന്മാർ അക്രലിക് പെയിന്റിംഗിൽ 2 ദിവസം കൊണ്ട് ക്യാൻവാസ് പൂർത്തിയാക്കും. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള പ്രൊഫഷണൽ ചിത്രകാരന്മാരെയാണ് ആർട്ട് വർക്കിൽ പങ്കെടുപ്പിക്കുകയെന്നും, പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 9946632606 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അർബുദ അതിജീവനത്തിൽ കൂട്ടായ്മയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ലോക ക്യാൻസർ ദിനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്ത വാക്കത്തോൺ. പുതിയ കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്ത പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. അമേരിക്കൻ ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ബേബി മെമ്മോറിയൽ ആശുപത്രിയും മലബാർ ക്യാൻസർ കെയർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് ടൗൺ സബ് ഡിവിഷൻ ACP സുരേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലയൺസ് പാർക്കിന് മുന്നിൽ ആരംഭിച്ച വാക്കത്തോൺ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ബീച്ച് സാംസ്കാരിക വേദിക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ MCCF ലോഗോ പ്രകാശനവും നടന്നു. സഹായം എത്തിക്കുക, അർഹതയുള്ള ആളുകളിലേക്ക് സഹായം എത്തിക്കുക, ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന മലബാർ ക്യാൻസർ കെയർ ഫൗണ്ടേഷന്റെ ലോഗോ അൺവീൽ ചെയ്യാണ്. So here we have MCCF. ക്യാൻസർ എന്ന് പറയുന്നത് മരുന്ന് കൊണ്ട് മാത്രം മാറുന്ന ഒരു രോഗമല്ലെന്നും, അത് സമൂഹത്തിന്റെ കരുതലും പ്രചരണവും ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് തെളിവാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല, ക്യാൻസറിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും വിദ്യാധാരണകളും സമൂഹത്തിൽ പരത്തുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മാറി അത് മരുന്നുകൊണ്ടും അതുപോലെ തന്നെ ശ്രദ്ധാപൂർവമായ സമൂഹത്തിന്റെയും ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായി എങ്കിൽ മാത്രമേ ഇതിൽ നിന്നും മുക്തമാകാൻ സമൂഹം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതിന്റെ ശ്രദ്ധാപൂർവമായ ഒരു പ്രചരണത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും അമേരിക്കൻ ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ ഈ ദിനാചരണം നടക്കുന്നത്. BMH CEO ഗ്രേസി മത്തായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രവീന്ദ്രൻ CMS, ഡോക്ടർ ധന്യ, ഡോക്ടർ സൗഫീജ്, ഡോക്ടർ അജ്മൽ, AOI സോണൽ ഡയറക്ടർ കൃഷ്ണദാസ് MN, ഡോക്ടർ ആനി പ്രവീൺ തുടങ്ങിയവരും സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കടപ്പുറത്ത് കുട്ടികൾ വർണ്ണ ബലൂണുകൾ പറത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നഗരത്തിൽ 2028ഓടെ ലൈറ്റ് മെട്രോ റെയിൽ ഗതാഗതം പ്രാവർത്തികമാക്കുമെന്ന് ലൈറ്റ് മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ.
കവിയും എഴുത്തുകാരനും എന്നതിനുമപ്പുറം അനീതിക്കെതിരെ പൊരുതിയ പരിഷ്കർത്താവായിരുന്നു പ്രൊഫസർ ജി കുമാരപിള്ളയെന്ന് കവി PK ഗോപി. സിനിമയെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോഗ്രാഫി മേഖല വലുതായെന്ന് MP അബ്ദുസമദ് സമദാനി MP. വുമൺ ഓൺ വീൽസ് പദ്ധതിക്ക് തുടക്കമായി. 1000 വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.